ഇതൊരു വാഞ്ചോ കേക്കാണ്. ഇതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ചെയ്തു നന്നായിട്ട് തണുപ്പിച്ചെടുത്തു. പിറ്റേ ദിവസമാണ് ഇതിൻ്റെ ഡിസൈനും പരിപാടിയൊക്കെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒക്കെ മെൽറ്റ് ചെയ്തെടുത്തു. ഗനാഷ് ഉണ്ടാക്കി. എന്നിട്ട് അത് തണുപ്പിച്ചെടുത്ത ആ കേക്കിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം വൈറ്റ് ചോക്ലേറ്റാണ് ആദ്യമേ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ട് ഒരു ചെറിയ ഡിസൈനും ചെയ്തു. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കണ്ടോ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തു. ഗ്രേറ്റ് ചെയ്തപ്പോൾ ഒരു ചുരുണ്ട് വന്നു. എങ്കിൽ പിന്നെ അതൊന്ന് വെച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്തു. പിന്നെ ചുവട്ടിൽ ഒരു ചെറിയ നോസിൽ വർക്ക് കൊടുത്തു. കണ്ടോ എങ്ങനെയുണ്ട്? ഒരു സിമ്പിൾ ഡിസൈൻ. പിന്നെ പേരെഴുതി ഫോണ്ടൻ്റെ പേര് എഴുതി വെച്ച് കൊടുത്തു. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ ഡിസൈൻ? അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന വേറൊരു കേക്കാണ്, ഒരു വൈറ്റ് ഫോറസ്റ്റ്. അതിൻ്റെ ഒരു ഫ്രണ്ട് റാണി തന്ന ഓർഡറായിരുന്നു. അപ്പോൾ റാണി നേരത്തെ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ട് പുതിയ സ്ഥാപനത്തിലേക്ക് പോയപ്പോൾ പഴയ കൂട്ടുകാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കേക്കായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് സ്ക്വയറിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. കട്ട് ചെയ്തെടുക്കാനായിട്ട് അതാണല്ലോ എളുപ്പം. അങ്ങനെ റെഡിയാക്കി എടുത്താണ്. പിന്നെ താഴെയും മുകളിലും ഒരു ചെറിയ നോസിൽ വർക്ക് കൊടുത്തു. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കൂടെ ഒന്ന് മുകളിൽ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ കേക്ക് റെഡിയാക്കി എടുത്ത് ഒരു ചെറിയൊരു റൈറ്റിങ്ങും കൂടെ ഒന്ന് ഫോണ്ടനിൽ എഴുതി വെച്ചു. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഈ ഡിസൈൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ രണ്ട് ഡിസൈനും? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.